ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സഭ ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. 3 ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ബെത്ലഹേമിലേക്ക് എത്തുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ: എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. ഹൃദയത്തിൽ ഈ വചനം നിങ്ങളൊന്ന് കുറിച്ചു വെക്കണേ. ആരാണ് ഈ ജ്ഞാനികൾ? പൗരസ്ത്യ ദേശത്തെ വാനനിരീക്ഷകരായ ആണ് ഈ ജ്ഞാനികളെന്ന് പറയപ്പെടുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ വ്യതിയാനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഗവേഷണം നടത്തുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. ആകാശത്തിൽ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് അവർ ജെറുസലേമിലേക്ക് എത്തുന്നു. യേശു ജനിക്കുന്ന ആ സമയത്ത് പ്രധാനപ്പെട്ട വ്യക്തികളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, മതപുരോഹിതന്മാരെ ഒഴിവാക്കിക്കൊണ്ട്, നിയമജ്ഞരെ ഒഴിവാക്കിക്കൊണ്ട്, ഫരീസിയരെ ഒഴിവാക്കിക്കൊണ്ട്, അന്നാസിനെയും കയ്യഫാസിനെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, പ്രമുഖരെയെല്ലാം ദൈവം ഒഴിവാക്കിക്കൊണ്ട് പൗരസ്ത്യ ദേശത്തുള്ള ജ്ഞാനികൾക്ക് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടുകയാണ്. ആ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് അവർ ജെറുസലേമിൽ എത്തുന്നു. അവിടെ എത്തിക്കൊണ്ട് ഹെരോദേസിന്റെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് അവർ ചോദിക്കുന്നു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് കേൾക്കുമ്പോ ഹെരോദേസ് വിറയ്ക്കുന്നുവെന്നാണ്. കാരണമുണ്ട്. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിന്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിന്റെ പുത്രന്മാരെ സംവഹിക്കുകയും ചെയ്യും, ഏദോം അന്യാധീനമാകും. ശ്രദ്ധിക്കണേ, ഏദോം അന്യാധീനമാകും. ഹെരോദേസ് ഏദോമിനായിരുന്ന ഹെരോദേസ് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവനറിയാം. ഒരു നക്ഷത്രം ഉദിക്കുമ്പോ, രാജാവ് ജനിക്കുമ്പോ ഏദോമിനായ തനിക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നും തന്റെ ജനങ്ങൾ നശിപ്പിക്കപ്പെടുമെന്നും അറിയുന്നതുകൊണ്ടാണ് ഹെരോദേസ് വിറയ്ക്കുന്നത്. ആരാണ് ഹെരോദേസ്? BC 40-ൽ റോമൻ സിനഡാണ് ഹെരോദേസിനെ രാജാവായിട്ട് വാഴിക്കുന്നത്. ഹെരോദേസ് ഒരു വിജാതീയനായിരുന്നു. പിന്നീട് മതപരിവർത്തനം നടത്തി യഹൂദ മതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു ഹെരോദേസ്. ഭാര്യയെ കൊന്നു, 2 മക്കളെ കൊന്നു, അമ്മായിയമ്മയെ കൊന്നു. തന്റെ അധികാരത്തിന് ആരെല്ലാം തടസ്സമുണ്ടാകുമെന്ന് കരുതിയോ അവരെയെല്ലാം ഹെരോദേസ് കൊന്നുകളഞ്ഞു. ആ ഹെരോദേസിന്റെ കൊട്ടാരത്തിലേക്ക് ഇതാ ഒരു നക്ഷത്രം പിന്തുടർന്നുകൊണ്ട് ഈ ജ്ഞാനികൾ എത്തിച്ചേർന്നു. ഈ ജ്ഞാനികൾ നല്ല മനുഷ്യരാണ്. പക്ഷേ അവർക്കൊരു തെറ്റുപറ്റി. എന്താണ് അവർക്ക് പറ്റിയ തെറ്റ്? അവർ അവിടെ പൗരസ്ത്യ ദേശത്ത് നിന്നും ജെറുസലേം വരെ അവർ പിന്തുടർന്നത് നക്ഷത്രത്തെ നോക്കിയാണ്. ജെറുസലേമിൽ എത്തിയപ്പോ അവർ തങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കാനായി തുടങ്ങി. രാജാവല്ലേ ജനിച്ചിരിക്കുന്നത്? രാജാവ് കൊട്ടാരത്തിലല്ലേ ജനിക്കുകയുള്ളൂ? അതുകൊണ്ട് അവർ നക്ഷത്രത്തെ വിട്ടുകൊണ്ട് അവർ തങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ ഹെരോദേസിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. സുഹൃത്തെ, എനിക്കും നിനക്കും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. നമ്മൾ പലതും ആരംഭിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്, ദൈവത്തിൽ നിന്നുകൊണ്ടാണ്. കുറച്ചു കാലങ്ങൾ കഴിയുമ്പോ അതിപരിചയം,
ഉദാശപരമായ ജീവിതത്തോടുള്ള അതിപരിചയങ്ങൾ, വിശുദ്ധ ബലിയോടുള്ള അതിപരിചയങ്ങൾ, കുടുംബ പ്രാർത്ഥനയോടുള്ള അതിപരിചയങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ അതിപരിചയങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ ബുദ്ധിയെ ആശ്രയിക്കാനായിട്ട് തുടങ്ങും. ബുദ്ധിയെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ പലപ്പോഴും തകർച്ചയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ പോകും. ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിക്കുന്നു, പിന്നീട് ബുദ്ധി ആശ്രയിക്കാനായിട്ട് തുടങ്ങുമ്പോ ഒരുപക്ഷെ അത് തകർച്ചയിലേക്കായിരിക്കും പോകുന്നത്. നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ജ്ഞാനികൾ ഹെരോദേസിനോട് ചോദിക്കുന്നു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഉടനെ ഹെരോദേസ് നിയമജ്ഞരെയെല്ലാം വിളിച്ചുകൂട്ടി തന്റെ സദസ്സിൽ വിളിച്ചുകൂട്ടിക്കൊണ്ട് എന്താണ് വേദപുസ്തകം പറയുന്നത് എന്ന് അവൻ അറിയണം. അവൻ വേദപുസ്തകത്തെ ആശ്രയിക്കുകയാണ് ഹെരോദേസ്. അതുവരെയും ഒരുപക്ഷെ കാര്യമായിട്ട് ഗൗനിക്കാതിരുന്ന വേദപുസ്തകം നിയമപണ്ഡിതന്മാരെയെല്ലാം വിളിച്ചുകൂട്ടിക്കൊണ്ട് അവൻ അത് വായിക്കാൻ പറയുന്നു. എന്താണ് വേദപുസ്തകം പറയുന്നത്? മിക്ക പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? ബെത്ലഹേമേ, യൂദയ ഭവനത്തിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടുമെന്ന്. ഈ വചനം അവനോട് പറയുന്നു. ബെത്ലഹേമിൽ രാജാവിന്റെ കൊട്ടാരം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ജ്ഞാനികൾ അവർ വീണ്ടും ഈ നക്ഷത്രത്തെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. നക്ഷത്രത്തെ ആശ്രയിച്ചുകൊണ്ട് അവർ ഇതാ ബെത്ലഹേമിൽ എത്തിയിരിക്കുകയാണ്. ബെത്ലഹേമിൽ എത്തുമ്പോ പരിശുദ്ധ മറിയത്തോടൊപ്പം ഉണ്ണിയായ യേശുവിനെ അവർ കാണുന്നു. മറിയത്തോടൊപ്പം അവർ യേശുവിനെ ആരാധിച്ചുവെന്നാണ് ഈ വിശുദ്ധ ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ചില സഹോദരന്മാർ, ചില ക്രിസ്തീയ വിഭാഗങ്ങളൊക്കെ പരിശുദ്ധ മറിയത്തെ മുട്ടത്തോടാണെന്നും പരിശുദ്ധ മറിയത്തിന് യാതൊരു വിലയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയെ ഇങ്ങനെ വളരെയധികം നിഷേധാത്മകമായിട്ട് അമ്മയെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഈ ബൈബിൾ വാചകം ഒന്ന് വായിക്കണം. അമ്മയോടൊപ്പം പ്രസവം കഴിഞ്ഞില്ലേ, ഇനി മാറി നിൽക്കുമെന്നല്ല പറഞ്ഞത്. അമ്മയോടൊപ്പം അവർ ഉണ്ണിയായ യേശുവിനെ ആരാധിച്ചുവെന്ന്. അവർ എന്താണ് കൊണ്ടുവന്നത്? ഈ രാജാക്കന്മാർ കൊണ്ടുവന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവർ പൊന്നു കൊണ്ടുവന്നു, കുന്തിരിക്കം കൊണ്ടുവന്നു, മീറ കൊണ്ടുവരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മിശിഹ ജനിക്കുമ്പോ രാജാക്കന്മാർ കടന്നു വരുമെന്നും അവർ വില കൂടിയ വസ്തുക്കൾ അവന് കാഴ്ചയർപ്പിക്കുമെന്നും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 3-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന് കീർത്തനം ആലപിക്കുകയും ചെയ്യുമെന്ന്. തോബിത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദൈവമായ കർത്താവിന്റെ നാമം വഹിക്കുന്നിടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിന്റെ രാജാവിന് കാഴ്ചകൾ കൊണ്ടുവരുമെന്ന്. അതെ, അവർ കൊണ്ടുവരുന്നു. പൊന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ രാജ്യത്വത്തെയാണ്. കുന്തിരിക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ജീവിതത്തിലെ പൗരോഹിത്യത്തെയാണ്. മീറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ജീവിതത്തെ അഭിഷേക തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാം വാക്യത്തിൽ അത് മീറയെ അഭിഷേക തൈലമായും, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യത്തിൽ മീറയെ അത് മരിച്ച് അടക്കം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സുഗന്ധമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട്. എന്തിനാണ് ഈ രാജാക്കന്മാർ അന്ന് അവിടെ വരുന്നത്? എന്തിനാണ് അവർ ഈ വില കൂടിയ വസ്തുക്കൾ യേശുവിന് കാഴ്ചയർപ്പിച്ചത്? അത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ
പൂജരാജാക്കന്മാർ വന്നുപോയി കഴിയുമ്പോ ദൈവത്തിന്റെ ദൂതൻ ജോസഫിനോട് പറയുന്നു, ജോസഫ്, നീ എഴുന്നേറ്റ് ഈജിപ്തിലേക്ക് പോകണം. ഈജിപ്തിലേക്ക് പോകണമെന്ന് പറയുമ്പോ ഈജിപ്തിലേക്കുള്ള ദൂരം എത്രയാണ്? ബത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്കുള്ള ദൂരം ഏകദേശം 500 കിലോമീറ്ററിൽ അധികമുണ്ട് എന്നാണ് പറയുന്നത്. ഈ 500 കിലോമീറ്ററോ അധികമുള്ള ഒരു ദേശത്തേക്ക് നമ്മുടെ ജോസഫ് മറിയത്തോടൊപ്പം ഉണ്ണിയായ യേശുവിനെ കൊണ്ട് പോകുന്നു. ചില ദൈവശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്, ആ അന്യനാട്ടിൽ പോയി ജീവിക്കുമ്പോ ജോസഫ് ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്. ഈ കുഞ്ഞിനെയും പരിശുദ്ധ മറിയത്തെയും സംരക്ഷിക്കണമെങ്കിൽ പൈസ വേണം, ജീവിക്കുവാൻ പൈസ വേണം. സ്വർഗത്തിലെ അപ്പൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പൂജരാജാക്കന്മാരിലൂടെ സ്വർണവും കുന്തിരിക്കവും മീറയുമെല്ലാം കൊടുത്തുവിട്ടുകൊണ്ട് ആ ഈജിപ്ത് എന്ന് പറയുന്ന അന്യനാട്ടിൽ ജീവിക്കാൻ വേണ്ടി ദൈവമൊരുക്കുന്ന പദ്ധതിയാണിത്. സുഹൃത്തെ, നമ്മളെ കുറിച്ച് ഒത്തിരിയേറെ കരുതലുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് ഒരുപക്ഷെ സുഹൃത്ത് കരുതുന്നതിനേക്കാൾ കരുതൽ സുഹൃത്തിന്റെ കുടുംബത്തെ കുറിച്ച്, അപ്പന്റെ കുടുംബത്തെ കുറിച്ച്, മക്കളെ കുറിച്ച്, ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ അപ്പന് ഒരു കരുതലുണ്ടെന്ന് മറക്കരുത്. ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോ നമ്മൾ സ്വർഗത്തിലെ അപ്പനോട് ചോദിക്കണം, അപ്പാ, ഈശോ അങ്ങയുടെ പുത്രൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോ അങ്ങ് എത്രയോ കരുതൽ ആ പുത്രനോട് കാണിച്ചു. ആ വിദേശത്ത് പോയി ജീവിക്കുമ്പോൾ ഉണ്ടായിരുന്ന കരുതൽ, ഈജിപ്തിൽ ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകേണ്ട കരുതൽ അങ്ങ് എത്രയോ വ്യക്തമാക്കി പ്രകടിപ്പിക്കുമ്പോ ഞങ്ങളുടെ ജീവിതത്തിലും ഈശോയെ ദൈവമേ കരുതലുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു നക്ഷത്രം ഉദിക്കുന്നുണ്ട്. ഈ നക്ഷത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപയുടെ നക്ഷത്രങ്ങളുണ്ട്, അനുഗ്രഹത്തിന്റെ നക്ഷത്രങ്ങളുണ്ട്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. യേശുവിന്റെ ഒന്നാം വരവിനെ ആ കാലഘട്ടത്തിലെ പ്രമുഖർക്കാർക്കും തിരിച്ചറിയാൻ പറ്റാതെ പോയതുപോലെ യേശുവിന്റെ രണ്ടാം വരവും ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. വിശുദ്ധ ബൈബിൾ ആകുന്ന നക്ഷത്രം നമ്മളെ യേശുവിലേക്ക് എത്തിക്കും. പരിശുദ്ധ മറിയമാകുന്ന നക്ഷത്രം നമ്മളെ യേശുവിലേക്ക് എത്തിക്കും. സഭയാകുന്ന നക്ഷത്രം നമ്മളെ യേശുവിലേക്ക് എത്തിക്കും. നമ്മൾ ഈ വിശുദ്ധ ബൈബിളിനെ ക്രൈസ്തവരായി നമ്മൾ ഇപ്പോഴും കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല, കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന നക്ഷത്രമാണ് ഈ വിശുദ്ധ ബൈബിൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവമാകുന്ന നക്ഷത്രത്തെ ജീവിതത്തിൽ പിന്തുടരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആ നക്ഷത്രം തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ യേശുവിന്റെ ഭാഷ അറിയണം. ആ ഭാഷ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിശുദ്ധ ബൈബിളാണ്. ആ യേശുവിന്റെ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട്, യേശുവാകുന്ന നക്ഷത്രത്തെ നമ്മൾ പിന്തുടരുമ്പോ അവനിൽ നിന്നും നോട്ടം മാറിപ്പോയാൽ ഹേറോദേശിന്റെ കൊട്ടാരങ്ങളിലേക്ക്, തിന്മയുടെ കൂടാരങ്ങളിലേക്ക്, പാപത്തിന്റെ കൂടാരത്തിലേക്ക് ഒരുപക്ഷെ നമ്മളെല്ലാം ചെന്ന് കേൾക്കാം. നമ്മൾ എത്തിച്ചേരുമായിരിക്കാം തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക്, തെറ്റായ ഇസങ്ങളിലേക്ക്, തെറ്റായ പഠനങ്ങളിലേക്ക്, യേശു രക്ഷകനല്ല എന്നുള്ള ആളുകളുടെ ചിന്തകളിലേക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ വഴുതി വീഴാം. യേശുവാണ് ഈ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ഏക രക്ഷകനെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിനെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, നീയാകുന്ന നക്ഷത്രത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.